ബിഗ് ബോസ് വീട്ടിൽ 6 വൈൽഡ് കാർഡ് വന്നു. 6 വൈൽഡ് കാർഡിൽ കോമൺ ആയിട്ട് സംസാരിച്ച കാര്യങ്ങൾ, ഒന്ന് ജാസ്മിന്റെ വൃത്തിയില്ലായ്മ, ഹൈജീനിക് വളരെ കുറവ്, അത് 6 പേരും ഒരേപോലെ പറഞ്ഞു. 2 ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പ്, ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ടാണെന്ന് പറയാ, അല്ലെങ്കിൽ അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുക. 3 ജാൻമണി ദാസ് ശപിക്കൽ, ഇതും കോമൺ ആയിട്ട് പറഞ്ഞ കാര്യമാണ്. ബാക്കിയെല്ലാം ഈ 6 പേരെല്ലാം പലവിധ എന്താ പറയുക പെർസ്പെക്റ്റീവിൽ പലവിധ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റേ കണ്ടസ്റ്റന്റുകളെ കുറിച്ച്. പക്ഷെ കോമൺ ആയിട്ട് പറഞ്ഞത് ഈ 3 പേരുടെയും കൂടെ ചേർന്നിട്ടുള്ള ഈ കാര്യങ്ങളാണ്. അതില് എല്ലാവരും അത് കഴിഞ്ഞിട്ട് ഊണുമേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിബിനും അഭിഷേക് കുമാറും, 2 അഭിഷേക് ഉള്ളതുകൊണ്ട് കൺഫ്യൂഷനാണ്, അഭിഷേക് കുമാറും അടുത്ത് ജാസ്മിനും ഗബ്രിയുമാണ് ഇരിക്കുന്നത്. അപ്പൊ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളായിട്ട് ജാസ്മിൻ അത് അറിയാതെ വരുന്നതാണ്. ഇങ്ങനെ തുമ്മല് വന്നു, അത് ചെയ്തു, അത് ലാലേട്ടന് കാണിച്ചു തന്നു, ഇനി അത് മാറ്റാൻ നോക്കുക. അതേസമയം തന്നെ ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ ഉണ്ട്, സ്പൂണ് എന്താ പറയുക ഇങ്ങനെ ടേസ്റ്റ് നോക്കാനായിട്ട് വായിലിടുക, വീണ്ടും അതിലിട്ട് ഇളക്കുക. അതേപോലെ തന്നെ ഇങ്ങനെ ചപ്പാത്തി വരുത്തുമ്പോൾ ഇങ്ങനെ മൂക്ക് തുടച്ചിട്ട് അതും കൈ തുടയ്ക്കുക, കഴുകുക, ഒന്നും ചെയ്യാതെ വീണ്ടും അത് ഉരുട്ടി പരത്തുന്നത്, അതൊക്കെ ഇങ്ങനെ അടിക്കടി ഇങ്ങനെ കാണുമ്പോൾ പ്രേക്ഷകർ എന്താണ് വിചാരിക്കുക? ഇവിടെ പലവരും പല വീട്ടിൽ നിന്ന് വരുന്നതല്ലേ, അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്ന് സിബിൻ പറയുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ പറയുന്നത്, നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ തുമ്മലൊക്കെ വരില്ലേ, പെട്ടെന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിങ്ങനെ വൃത്തികേടൊന്നുമില്ല. അപ്പൊ നമ്മൾ ആ ഒരു ഇതിലാണ്, ഇതെന്റെ വീട് പോലെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ജാസ്മിൻ അതിന് മറുപടി പറയുന്നത്. അപ്പൊ അഭിഷേക് പറയുന്നത്, അങ്ങനെയൊക്കെ തന്നെ ആണെങ്കിലും ഇത് നമുക്ക് കാണുന്നവർക്ക് അതൊരു വൃത്തിയില്ലായ്മ വേണ്ട, ആ ഭക്ഷണം നമ്മൾ മറ്റുള്ളവർ കഴിക്കുന്നതല്ലേ. അപ്പൊ അത് കറക്റ്റായിട്ട് ക്യാമറയിൽ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു ചപ്പാത്തി ഇങ്ങനെ പരത്തി ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ മൂക്ക് വലിച്ച് തുടച്ചിട്ട് വീണ്ടും അതിൽ തന്നെ ഉരുട്ടുമ്പോൾ അത് നമുക്ക് അറപ്പായിട്ടാണ് തോന്നുന്നത്. അതൊന്ന് മാറ്റിയാൽ മതി. ഒരു വൃത്തിയില്ലായ്മയുടെ ഇത് പ്രത്യേകിച്ച് ജാസ്മിന്റെ ഭാഗത്ത് വളരെ നെഗറ്റീവായിട്ടാണ് ഈ വൃത്തിയില്ല എന്നുള്ളത് വരുന്നത്. അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ നിങ്ങൾ രാത്രി വീട്ടിനകത്ത് ഇരിക്കുന്ന ബെഡ്റൂമിൽ ഇരിക്കുന്നത് ഒരു കപ്പിൾ വിദേശ യാത്രയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവരെങ്ങനെ ഇരിക്കും, അവരുടെ പ്രൈവസിയിൽ എങ്ങനെയാണ് ഉണ്ടാവുക, അതേപോലത്തെ ഒരു ഫീലാണ് പ്രേക്ഷകർക്ക് വെളിയിൽ കാണുന്നത്. നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയുന്നത്, ഫ്രണ്ട്ഷിപ്പും അല്ല. നിങ്ങൾ എന്താണ് ഗബ്രി പറഞ്ഞു കഴിഞ്ഞു ഇഷ്ടമാണ് എന്നുള്ളതെല്ലാം പറയുന്നതെല്ലാം നമ്മളത് കണ്ടു കഴിഞ്ഞു. അപ്പൊ അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റുമാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇപ്പോൾ അയ്യോ ഞങ്ങൾ അത്തരത്തിലല്ല, എനിക്ക് വെളിയിൽ ഞാൻ കമ്മിറ്റഡ് ആണ്, വെളിയിൽ ആളുണ്ട്, ഇത് പോയി കഴിഞ്ഞാൽ എനിക്ക് കല്യാണമുണ്ട് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. സായിക്ക് അറിയാലോ എനിക്ക് വേറെ ആളുണ്ട്, ഒരിക്കലും ഇത് നടക്കില്ല, അത് പിന്നെ അറിഞ്ഞുകൊണ്ട് എന്തിനാണ്, അതുകൊണ്ട് ഞങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതൊക്കെ ജാസ്മിനും ഗബ്രിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അഭിഷേക് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ലെവലിൽ പോവുക, പക്ഷെ നിങ്ങൾ രാത്രിയിലത്തെ നിങ്ങളുടെ സീൻസ് മൊത്തം വേറെ മാതിരിയാണ് വെളിയിൽ പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ട് അഭിഷേക് പറയുന്ന ഒരു കാര്യമുണ്ട്, ജാസ്മിൻ അറിയാം, ജാസ്മിൻ കമ്മിറ്റഡ് ആണ്, എൻഗേജ്ഡ് ആണ്, വെളിയിൽ ആളുണ്ട് എങ്കിൽ അത് ഗബ്രിക്ക് അറിയില്ല. അപ്പോൾ വെളിയിൽ ലൈഫ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് എങ്ങനെ ബാധിക്കും? ഈ വീട്ടിനകത്ത് ജാസ്മിൻ ഗബ്രിയുമായിട്ട് ഇരിക്കുന്ന സീൻസ് നിങ്ങൾ മാത്രമാണ് ഈ വീട്ടിനകത്ത് അങ്ങനെയുള്ളത്. രാത്രി മുഴുവൻ നിങ്ങളുടെ ലൈവ് പോകുന്നത് അങ്ങനെയാണ്, അത്തരം സീൻസുകളാണ്. അപ്പൊ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജാസ്മിൻ അറിയില്ലേ വെളിയിൽ ഒരാളുണ്ട്, പോയി കഴിഞ്ഞാൽ അവരുമായിട്ടുള്ളൊരു കല്യാണം ഉണ്ടാകുന്നുള്ളത് ജാസ്മിൻ അല്ലേ മനസ്സിലാക്കേണ്ടത്, അല്ലാതെ ഗബ്രി അല്ലല്ലോ. അപ്പൊ അവിടെ ജാസ്മിൻ അല്ലേ ഒന്ന് ശരിക്കും നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഗബ്രിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ജാസ്മിന്റെ ഉത്തരവാദിത്തമല്ലേ എന്നൊക്കെ അഭിഷേക് ചോദിക്കുന്നുണ്ട്. അതെന്തായാലും വെളിയിലെ പ്രേക്ഷകർ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ വലിയ കുഴപ്പമില്ലാത്ത ജാസ്മിൻ, അയ്യോ ഞങ്ങൾ അത്തരത്തിൽ പോയില്ലല്ലോ, എനിക്ക് എന്തായാലും വെളിയിൽ ഒരു ആളുള്ളതുകൊണ്ട്, ഒരുപക്ഷെ അപ്സലിന്റെ കാര്യമായിരിക്കാം, വെളിയിൽ ആളുള്ളത് കൊണ്ട് ഞാൻ അത്തരത്തിലില്ല, നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെയാണ്, സിറ്റുവേഷൻ ആണ് ഞങ്ങൾ അങ്ങനെ ആക്കുന്നത്, നമുക്ക് ആരുമില്ല എന്ന് തോന്നുമ്പോഴുള്ള സങ്കടം പറയേണ്ട സിറ്റുവേഷൻ ആണ്, അല്ലാതെ ഞങ്ങൾ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഒഴികെ വേറൊന്നുമല്ല. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം, ഗബ്രിക്കും നന്നായിട്ട് അറിയാം, ഞങ്ങൾ തമ്മിൽ അത്തരത്തിലൊരു ബന്ധമേ ഇല്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. എന്തായാലും അഭിഷേക് പറയുന്നത്, ജാസ്മിന് വെളിയിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും മുന്നോട്ട് പോവുക എന്നൊക്കെ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗബ്രിക്കും. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി ഇപ്പോൾ എല്ലാം വന്നവര് വലിയ കുഴപ്പമില്ലാതെ ഇവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അത് വെച്ചിട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഗെയിം കളിക്കുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, ഇതൊക്കെ വെച്ച് തന്നെ ആയുധമാക്കിക്കൊണ്ട് തിരിച്ച് മറിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.